ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ലൂഫി ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത്. ഇന്ന് ഞാൻ എൻ്റെ CPMലെ ഫുൾ കാർ കളക്ഷൻ കാണിക്കാൻ പോവാണ് നിങ്ങളെ ഇന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വണ്ടിയാണ് നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം ആഡ് കണ്ട് കിട്ടുന്ന വണ്ടിയാണ് ഇത് ചെറുതായിട്ട് മറ്റേ ബോഡി കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം താറാണ് അത് പിന്നെ ഫുള്ള് കിറ്റൊക്കെ കയറ്റി സെറ്റ് പവറാക്കിയേക്കുവാണ് പിന്നെ ഇത് ആഡ് കാണുന്നതാണ്, എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് പണിതിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയാണ് ഞാൻ CPM ഗെയിം തുടങ്ങിയിട്ട് ഫസ്റ്റ് പണിയുന്ന വണ്ടി ഇതാണ്. പിന്നെ ഇതൊക്കെ ചുമ്മാ ഉള്ളത് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ട് വരുന്ന ഈ വണ്ടിയാണ് ഇത് നമ്മുടെ മറ്റേ ഷാജി പാപ്പൻ്റെ വണ്ടി വിട്ട് നമ്മൾ പണിതിറക്കിയതാണ് പിന്നെ ഇതൊന്നും അങ്ങനെ പണിതിട്ടില്ലേ, ചുമ്മാ എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്വന്തം BMW ഉണ്ട് ഈ BM ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോണ്ടയുടെ പുതിയ സിവിക്കാണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പം നമ്മുടെ മസ്താങ് ആണ് ഒരു വിൻറ്റേജ് മസ്താങ്. പിന്നെ ഒരു അംബാസിഡർ മോഡലൊരു വണ്ടിയുണ്ട് പിന്നെ ഇതൊരു പ്രീമിയം പിക്കപ്പാണ് ഒരു 500 കോയിൻ്റെ പ്രീമിയം പിക്കപ്പാണ് പിന്നുള്ളതെന്ന് പറയുമ്പം ഒരു BMW ആണ്. ഞാൻ യൂസ് ആക്കാറില്ല പിന്നുള്ളതെന്ന് പറയുമ്പം ഇത് അത്യാവശ്യം പണിത വണ്ടിയാണ് നമ്മൾ മറ്റേ ഒരു പ്രീമിയം കാറാണ് ഇതും ഒരു പ്രീമിയം കാറാണ്. ഇത് നമ്മളൊരു ജാപ്പനീസ് തീമിൽ പണിതേക്കുന്നതാണ് നല്ല നൈസായിട്ടില്ലേ. ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൗണ്ട് ഞാൻ വിൽക്കാൻ ഇങ്ങനെ ഇട്ടേക്കോ പിന്നെ നമ്മുടെ തുടരൂലെ മോഹൻലാലിൻ്റെ വണ്ടിയാണ് പിന്നെ നമ്മുടെ ലക്ഷറി കിങ് ആയ G-Wagon G-Wagon ഫുള്ള് പണിത് സെറ്റാക്കിയിട്ടേക്കുവാണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പം നമ്മുടെ ഡോഡ്ജാണ് ഡോഡ്ജിൻ്റെ ചാർജറാണെന്ന് തോന്നുന്നു, കറക്റ്റ് മോഡൽ എനിക്കറിഞ്ഞൂടാ പിന്നെ നമ്മുടെ സ്വന്തം വോൾസ്വാഗൻ്റെ ഗോൾഫ് ഉണ്ട് ഇതൊക്കെ ഞാൻ കുത്തിയിരുന്ന് പണിത വണ്ടിയാണ്, നല്ല നൈസായിട്ടില്ലേ പിന്നെ BMW ഉണ്ട്. മോഡൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ പിന്നെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക പിന്നെ ഇനി അടുത്തായിട്ട് വരുമ്പം BMW തന്നെ വണ്ടിയാണ് X7 ആണ്. അതൊരു പ്രീമിയം കാറാണ് ഇതൊക്കെ ഞാൻ മറ്റേ വേൾഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ് പിന്നെ ഇത് നമ്മുടെ ഡോഡ്ജിൻ്റെ ദൊരാങ്കാണ് പിന്നെ ഇത് നമ്മുടെ സ്വന്തം M2 ആണ് M2 ഒക്കെ ചുമ്മാ ആയിട്ടേക്കോ ഉപയോഗിക്കാറില്ല പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാവുന്നൊരു കമൻറ്റ് പിന്നെ നമ്മുടെ സ്വന്തം മസ്താങ് ഉണ്ട് മസ്താങ് ഒരു ബ്ലാക്ക് കളർ നല്ല സെറ്റാക്കി ഇട്ടേക്കുവാണ് പിന്നെ നമ്മുടെ സ്വന്തം പോർഷെ ഉണ്ട് ഇത് നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ എന്ന് പറയുമ്പം വെൽഫെയർ ഉണ്ട് ഈ വെൽഫെയർ പണിതൊരു ഇതിനു വേണ്ടി എടുക്കണമുണ്ട് നമ്മുടെ ഒരു പ്രമോഷന്. പിന്നെ റേഞ്ച് റോവർ പിന്നെ M4 ഞാൻ CPM കളി തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് M4. എനിക്കൊരു വണ്ടി ഇല്ലാത്ത സമയത്ത് എൻ്റെ മെയിൻ സാധനം അതായിരുന്നു പിന്നെ നമ്മുടെ മേഴ്സഡീസിൻ്റെ ഒരു വണ്ടിയുണ്ട് പിന്നെ നമ്മുടെ BMW i8 ഉണ്ട് എൻ്റെ ഇത് BMW ആണ് കൂടുതൽ പിന്നെ നമ്മുടെ ഒരു ടോറസ് ഉണ്ട് പടക്കുതിരയാണ് എൻ്റെ പേര് നമ്മൾ പടക്കുതിരയാണ് ഇട്ടേക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ബസ്സാണ് ബസ്സിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. പേരൊക്കെ സെറ്റാക്കി വെച്ചേക്കും അസ്രിയൽ. ഇതിൻ്റെ ഒരു ലോഞ്ചിങ് നമ്മൾ ഉടനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള കുറേ കാറിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇത് ഒന്നും നമ്മളങ്ങനെ പണിതിട്ടില്ല, അങ്ങനെ യൂസ് ചെയ്യാറില്ല ചുമ്മാ എടുത്തിട്ടേന്നേ ഉള്ളൂ. ഇതിൻ്റെയും പേരെനിക്ക് അറിഞ്ഞൂടാ ഐ തിങ്ക് ഇത് ഓഡിയോയുടെ ഏതോ വണ്ടിയാണ് തോന്നുന്നു പിന്നെ നമ്മുടെ സ്വന്തം M4 ഉണ്ട് M4 ഒക്കെ സെറ്റാക്കിയിട്ടേക്കുവാണ് ഇതൊന്നും ഞാൻ പണിതല്ല, മറ്റേ വേൾഡ് സൈഡിൽ നിർത്തിയാണ് പിന്നെ നമ്മുടെ M7 ഉണ്ട്. M7 ഒന്നും ഞാൻ ചുമ്മാ എടുത്തിട്ടേന്നേ ഉള്ളൂ, വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണെന്നോ അതുപോലെ ആൾക്കാർ ഇതൊക്കെ ഒന്ന് പണിത് സെറ്റാക്കണം പിന്നെ നമ്മുടെ സ്വന്തം ലക്ഷറി കിങ് ആയ M5 ആണ് M5 നമ്മളൊരു വൈറ്റ് കളറിലാണ് ഇട്ടേക്കുന്നത് പിന്നുള്ളത് നമ്മുടെ ഡോഡ്ജിൻ്റെ ചലഞ്ചറാണ് ചലഞ്ചറൊക്കെ സെറ്റാക്കി നല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് സെറ്റാണ് പിന്നുള്ളത് നമ്മുടെ ഡിഫൻഡറാണ് ഈ വണ്ടിയാണ് നമ്മുടെ ഗീവയുടെ വണ്ടി പിന്നെ നമ്മൾ LC ആണ് അത് നമ്മൾ പജറോ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ് പിന്നെ ഇനിയുള്ളതെന്ന് പറയുമ്പം 2 പിക്കപ്പാണ് ഇസൂസിൻ്റെ
വണ്ടി പോലത്തെ 2 വണ്ടിയാണ് ഗൈസ്. ഐ തിങ്ക് ഇത് ഫോർഡിൻ്റെ തോന്നുന്നു, മറ്റേ ഏതിൻ്റെയാണ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് പിന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് എസ് ക്ലാസ് ഉണ്ട് ഗൈസ്. ഗൈസ് ഞാനിത് ഒരാഗ്രഹത്തിന് വേണ്ടി എടുത്തിട്ടേ ഗൈസ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ GTR ആണ് ഗൈസ്. GTR നമ്മൾ മറ്റേ പെയിൻ്റൊക്കെ ഇത് വെച്ച് നല്ല സെറ്റാക്കി പവറാക്കിയിട്ടേക്കുവാണ് ഗൈസ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പോർഷയാണ് ഗൈസ്. പോർഷ ഫുള്ള് മറ്റേ പോലീസിൻ്റെ ഒരു തീമിലാണ് ഗൈസ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് പോലീസിൻ്റെ ഒരു ഇതൊക്കെ വന്നേക്കുന്നത് ഗൈസ്. ഇനി വരുന്നത് നമ്മുടെ സ്വന്തം ഒറിജിനൽ എസ് ക്ലാസ് ആണ് ഗൈസ്. ഗൈസ് ഇനി നമ്മുടെ സ്വന്തം RR ആണ് ഗൈസ്. ഇതിൻ്റെ എല്ലാം കളർ ഒരുമാതിരി ചുമ്മാ ഞാൻ എടുത്തിട്ടേക്കുന്നതാണ് ഗൈസ്, ഞാൻ കളറൊന്നും നോക്കാറില്ല ഗൈസ്. പിന്നെ നമ്മുടെ M8. പിന്നെ ഈ വണ്ടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഒരു പ്രീമിയം കാർ അതറിയാം ഗൈസ്. പിന്നെ നമ്മുടെ സ്വന്തം മെക്ലാറിൻ P1 ആണ് ഗൈസ്. ഗൈസ് എൻ്റെ ഐശ്വര്യം ഈ വണ്ടിയാണ് ഗൈസ്. ഗൈസ് ഇനി അടുത്തത് ബുഗാട്ടിയാണ് ഗൈസ്. ഇത് ഐ തിങ്ക് 1300 അത്ര എങ്ങാണ്ട് ഹോഴ്സ് പവർ ഉള്ള വണ്ടിയാണ് ഗൈസ്. ഗൈസ് അടുത്തതെന്ന് പറയുമ്പം നമ്മുടെ ഫെറാറിയാണ് ഗൈസ്. മോഡലൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഗൈസ്. ഗൈസ് പിന്നെ നമ്മുടെ F2 ആണ് ഗൈസ്. നേരത്തെ ഉണ്ടായിരുന്ന F2 നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അത്യാവശ്യം ഡിസൈനുള്ള മോഡലാക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് പിന്നെ നമ്മുടെ മറ്റേ ഡെയിലി ലോഗിന് കിട്ടുന്ന 2 വണ്ടിയാണ് ഗൈസ്. ഗൈസ് അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ലുഫൈ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു.